BJP എന്ന് പറയുന്ന പാർട്ടി കേരളത്തിൽ എമർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും BJPയിലേക്ക് വരാൻ താല്പര്യപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് CPMനുള്ളിൽ അസംതൃപ്തരായ ആളുകൾ, ഇപ്പോൾ G. സുധാകരനെ എങ്ങനെയാണ് ഒതുക്കുന്നത് നമുക്ക് കാണാം. പ്രതിഭ MLA അവരെ ഒതുക്കപ്പെടുന്നു എന്ന് കണ്ടപ്പോൾ അവസാന നിമിഷത്തിൽ അവരെ ജില്ലാ കമ്മിറ്റിയിലേക്ക് എടുത്ത് കൂടെ നിർത്തി. ഇങ്ങനെ കുറേ ആളുകൾ CPMൽ കോൺഗ്രസ്സിൽ അസംതൃപ്തരുണ്ട്. അവരൊക്കെ തന്നെ ഇനിയും BJPയിലേക്ക് വരുമോ? എന്താ ചേച്ചിയുടെ ഒരു നിലപാട്? ഇപ്പം നമ്മുടെ ദിവ്യ മറ്റേ ഈ നവീൻ ബാബുവിനെ എൻ്റെ കേസിൽ അവർ തരം താഴ്ത്തി ലോക്കൽ കമ്മിറ്റിയിലേക്ക് മാറ്റിയെന്ന് കേട്ടു. അതൊക്കെ പിന്നെ എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിയാം. പക്ഷേ അവർക്ക് പോലും BJPയിൽ വന്നാൽ ഒരു നല്ല സ്ഥാനം കിട്ടുന്നതാണ് വിചാരിക്കുന്നത്. കോൺഗ്രസ്സിൽ വന്ന അദ്ദേഹത്തിന് നമ്മൾ MP ടിക്കറ്റ് കൊടുത്തു. അവിടെ അസംബ്ലിയിലേക്കും മത്സരിച്ചു, അതേപോലെ തന്നെ പാർലമെൻറ്റിലേക്കും മത്സരിച്ചു. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ മഹാരാജാസ് കോളേജ് എൻ്റെ ഡിവിഷനിലാണ്. അത് ശരി. അങ്ങോട്ട് കയറുവാണെങ്കിൽ ആദ്യം എഴുതി വെച്ചിരിക്കുന്നത് അഭിമന്യുവിൻ്റെ കലാലയത്തിലേക്ക് സ്വാഗതം. എൻ്റെ മകൻ അമ്മേ എനിക്ക് കോളേജ് പഠിപ്പിക്കല്ലേ അമ്മേ, അമ്മയ്ക്ക് മകനില്ലാണ്ട് ജീവിക്കണോ, അമ്മയ്ക്ക് സന്തോഷമാവോ, അഭിമന്യു ചേട്ടൻ കിടന്ന പോലെ പുതച്ച് കിടക്കാൻ, കുറേ വെട്ടൊക്കെ കൊണ്ടിട്ട് പുതച്ച് കിടക്കാൻ അമ്മയ്ക്ക് സന്തോഷം ഉണ്ടാവുമോ എന്ന് ചോദിച്ചു. ഞാൻ മോനെ പേടിക്കുന്ന മോനെ, അമ്മ എന്തായാലും ഈ കലാലയത്തിലേക്ക് അയക്കാൻ പോകുന്നില്ല. അപ്പം ഈ ഒരു ധാർഷ്ട്യം അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയുന്നത്, വരുന്ന ആൾക്കാരെ പേടിപ്പിച്ച് നിർത്തുന്ന ഒരവസ്ഥ നമ്മളിപ്പോൾ കലാലയങ്ങളിൽ SFIയിൽ കാണുന്നുണ്ട്. വേറെ 2 കലാലയങ്ങൾ നമ്മുടെ സിറ്റിയിലുള്ളത് തേവര കോളേജുണ്ട്, സെൻറ്റ് ആൽബർട്ട്സ് കോളേജുണ്ട്. വൈദികന്മാരുടെ താഴെ നടക്കുന്ന സ്ഥാപനങ്ങൾ. അവിടെ ഇങ്ങനെ ഒരു ഇത് കാണുന്നില്ല. ആ കോളേജിലേക്ക് ഈ ഇടയ്ക്ക് ഞാനൊരു വൃത്തിയാക്കൽ പരിപാടിയുടെ ഭാഗമായിട്ട് പോയപ്പോൾ എല്ലായിടത്തും SFI കല്യാൺ സിൽക്കിൽ നിന്ന് സാധനങ്ങൾ മേടിച്ചിറങ്ങുന്ന എന്നോട് രാത്രി 2 പെൺകുട്ടികൾ വന്നിട്ട് ഒരു കൂപ്പൺ തന്നു. ഇതെന്താ ഇത്? അഭിമന്യു ചേട്ടൻ്റെ. ഞാൻ നിർത്തു, അഭിമന്യു ചേട്ടൻ ആരാണെന്നറിയാമോ? അപ്പോൾ അവർ 2 മുഖത്തോട് മുഖം ഇങ്ങനെ നോക്കി. അഭിമന്യു ചേട്ടനെ കുറിച്ച് എനിക്ക് നന്നായിട്ടറിയാം. അഭിമന്യു ചേട്ടൻ്റെ അമ്മ ആ ചേട്ടൻ്റെ മേത്ത് വീണ് കരയുന്ന രംഗവും നിങ്ങളുടെ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്നത് ഞാൻ കണ്ടതാണ്. അപ്പോൾ അഭിമന്യു ചേട്ടൻ്റെ കലാലയത്തിൽ അഭിമന്യു ചേട്ടന് വേണ്ടി നിങ്ങൾ ധാരാളം ബക്കറ്റ് പിരിവ് നടത്തി ഒരു കുഞ്ഞു വീടും 10 സെൻറ്റ് സ്ഥലവും കൊടുത്തു. ഈ കലൂര് നിങ്ങൾ അഭിമന്യു ചേട്ടൻ്റെ പേരും പറഞ്ഞ് ബാക്കി രൂപയ്ക്ക് ഒരു വലിയ മന്ദിരമുണ്ടാക്കി അതിൽ പലതും ചെയ്യുന്നു. അഭിമന്യു ചേട്ടൻ അവിടെ സ്വർഗത്തിലെത്തി. അദ്ദേഹത്തിന് വേണ്ടി നിങ്ങളിപ്പോഴും ഈ 6ാം വർഷവും എന്തിന് പണപ്പിരിവ് നടത്തണം? എന്താണ് ഇതിൻ്റെ ഉദ്ദേശം? നിങ്ങളെ പഠിക്കാനായിട്ടാണോ അയച്ചിരിക്കുന്നത്? രാത്രി അവിടെ ഇവിടെ കറങ്ങി നടന്ന ആൾക്കാരോട് പൈസ ചോദിക്കാനാണോ? ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ 250ഓളം കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർ BJPയിലേക്ക് വന്നു. അവർക്ക് ആക്രമ രാഷ്ട്രീയം മതിയായിനെ. PC ജോർജ് വന്നോ? ഷോൺ വന്നോ? ഷോൺ ഫൈൻ പേഴ്സൺ. ഷോൺ എന്ന് പറയുന്ന മനുഷ്യൻ, അവർക്ക് നഷ്ടപ്പെട്ടത് എന്താണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. അവർ കുറേ രൗദ്രഭാവമുള്ള യുവജനതയെ വളർത്തിയെടുത്തുകൊണ്ട് വരിക. ഒരു കാര്യം പറയട്ടെ, സുന്ദരപുരുഷൻ എന്ന് കേട്ടിട്ടുണ്ടോ? സിനിമ ഉണ്ടായിരുന്നു തോന്നുന്നു, സുരേഷ് ഗോപിയുടെ സുന്ദരപുരുഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ സുന്ദരപുരുഷൻ എന്ന് ഞങ്ങളുടെ കാലഘട്ടത്തിലെ ചേച്ചിമാർ, ഞാൻ ഫസ്റ്റ് പ്രീ ഡിഗ്രി ആയിട്ടുള്ള 16 വയസ്സെങ്ങാനും ആയിരുന്നു സുരേഷ് കുറുപ്പ്. ഇപ്പോൾ അദ്ദേഹം എവിടെ എത്തി? എന്തെല്ലാം ഓരോ CPMനും ഒരു മേൽവിലാസവും ഇല്ലാത്ത പാർലമെൻറ്റ് മണ്ഡലത്തിലും അസംബ്ലിയിലേക്കുള്ള മണ്ഡലത്തിലും ജയിച്ച് കയറി വന്ന അദ്ദേഹമാണ്. ഇപ്പോൾ അദ്ദേഹം ഇപ്പോൾ എവിടെ എത്തി? ലോക്കൽ കമ്മിറ്റിയിൽ പോലും സ്ഥാനമില്ലാണ്ട് അദ്ദേഹം സ്വയമേവ മാറിയെന്ന് പറയുന്നു. അത് അദ്ദേഹത്തിൻ്റെ സംസ്കാരം. അപ്പോൾ അത് ചവിട്ടി ഒരു നല്ല വ്യക്തിത്വമുള്ളൊരു മനുഷ്യരെ ഇവർക്ക് വേണ്ട. ഇവർക്ക് വേണ്ടത് കൊല്ലിനും കൊലയ്ക്കും ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ആളുകളെയാണ്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, സുരേഷ് കുറുപ്പ് ആദ്യമായി SFIയുടെ ചെയർമാനായിട്ട് വരുന്ന വർഷമാണ് ഞങ്ങൾ പ്രീ ഡിഗ്രിക്ക് ചേരുന്നത്. ഞങ്ങളുടെ NSS ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യാൻ ഈ സുന്ദര പുരുഷനാണ് എത്തിയത്. ഞങ്ങളുടെ ചേച്ചിമാരൊക്കെ അത് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് പിന്നെ ആ പ്രായമായിട്ടില്ല. ഇങ്ങനെ കുറച്ചും കൂടെ ചെറുത്, ഇങ്ങനത്തെ ഒരു പ്രേമം എന്നൊക്കെ തോന്നുന്ന വികാരത്തിലേക്ക് ഞങ്ങൾ എത്തിയിട്ടില്ല. ആ ചേച്ചിമാരൊക്കെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. സെൻറ്റ് തെരേസാസ് കോളേജ്, അവിടെ രാഷ്ട്രീയമില്ല. അവിടെ ഒരു SFIയുടെ ചെയർമാനെ വിളിക്കണമെങ്കിൽ അദ്ദേഹം എത്രമാത്രം കൾച്ചറുള്ള വ്യക്തിയായിരിക്കും. വിശ്വസിച്ച് ഇവിടെ കയറ്റിയാലും ഇവിടെയുള്ള പെൺപിള്ളേരെ മുഴുവൻ നാളെ SFIയിലേക്ക് കൊണ്ടുപോകില്ല എന്ന് സിസ്റ്റർമാർക്ക് ഉറപ്പുള്ളതുകൊണ്ടല്ലേ അദ്ദേഹത്തെ വിളിച്ചത്. അദ്ദേഹത്തിൻ്റെ മാന്യതാണ്.
ഇപ്പോൾ SFIയുടെ പേരിൽ അല്ലെങ്കിൽ DYFIയുടെ പേരിൽ നമ്മളുടെ ചാനൽ ചർച്ചകളിൽ വന്നിരിക്കുന്ന പേരുകൾ പറയുന്നില്ല, അവരുടെ മുഖത്തൊക്കെ കാണുന്നൊരു പുച്ഛം, ഒരു ആക്കിച്ചിരിക്കൽ, അല്ലെങ്കിൽ രൗദ്രഭീമൻ എന്നൊക്കെ പറയില്ലേ, സിനുജി കേട്ടിട്ടില്ല നമ്മുടെ കഥകളിൽ രൗദ്രഭീമന്മാരെ ഓഫ് വേഷഭൂഷാദികളില്ലാണ്ട് കാണണമെങ്കിൽ TV ഡിബേറ്റുകളിൽ വരുന്ന DYFI KSU പ്രവർത്തകരെ കണ്ടാൽ മതി. രൗദ്രഭീമൻ്റെ കണ്ണുകളിൽ കാണുന്ന ആ രൗദ്രം, ഇങ്ങോട്ട് വാടാ ഞാൻ കാണിച്ചു തരാം. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും ഞങ്ങൾ എന്തൊക്കെ വിഡ്ഢിത്തരങ്ങളാണ് ചെയ്തിരുന്നത്, ഞങ്ങൾ എന്തിന് കൊലയാളികളായി മാറുന്നു, എന്തിനു വേണ്ടിയിട്ട് എന്നവർക്ക് മനസ്സിലാവണമെങ്കിൽ കുറച്ച് നാൾ കഴിയണം. നമ്മളുടെ TP ചന്ദ്രശേഖരൻ, അദ്ദേഹം ഇപ്പോൾ സുരേഷ് കുറുപ്പിൻ്റെ കാര്യം ഞാൻ പെട്ടെന്ന് ഓർത്തതാണ്. സുരേഷ് കുറുപ്പിൻ്റെ മകൻ്റെ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുത്ത് മടങ്ങി വരുമ്പോഴാണ് അദ്ദേഹത്തിന് കൊലപ്പെടുത്തുക. ടിക്കറ്റ് പോക്കറ്റിലുണ്ടായിരുന്നു, രക്തം പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ശ്രീമതി രമയുടെ ഒരു ഇത് വായിച്ചിരുന്നു. അദ്ദേഹം എന്ത് തെറ്റാ ചെയ്തത്? രമ എങ്ങനെ അത് മാറി? ആ വർഷങ്ങളായിട്ട് ഇതിന് വേണ്ടിയിട്ട് CPMന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചൊരു കുടുംബത്തിനെ എന്താണ് പിണറായി സഖാവ് പറഞ്ഞത്? കുലംകുത്തിയെന്ന്. എന്നിട്ട് ആ കുലംകുത്തിയുടെ വീട്ടിൽ പോയത് ആരാണ്? VS അച്യുതാനന്ദൻ ചെന്ന് അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീണ് പൊട്ടിക്കരയായിരുന്നു രമ ചെയ്ത്, ചേർത്ത് പിടിച്ചൊരു മകളെ പോലെ. അപ്പോൾ CPMൽ തന്നെ ഒരു പഴയ തലമുറയും ഒരു പുതിയ തലമുറയും ആദർശങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാണ്ട് തങ്ങളുടെ കാര്യങ്ങൾ നേടിയെടുക്കണമെന്ന് വിചാരിക്കുന്ന ഒരു തലമുറയാണ് ഇന്നുള്ളത്. എൻ്റെ അച്ഛൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ അച്ഛൻ SCS മേനൻ ഒരു ഇൻഡിപെൻഡൻറ്റ് ട്രേഡ് യൂണിയൻ ലീഡറായിരുന്നു. അപ്പോൾ അദ്ദേഹം ഞങ്ങളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് EMS AKG സുന്ദരയ്യ സിന്ദാബാദ്. അപ്പോൾ ഈ സുന്ദരയ്യ ആരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അച്ഛൻ്റെ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് ക്ഷണിക്കാൻ ഞാൻ ഇവിടെയുള്ള ലെനിൻ സെൻറ്ററിൽ ചെന്നു. ഈ ലെനിനേക്കൊന്ന് മാറ്റിക്കൂടെ? നമുക്കിവിടെ ഇത്രയും നേതാക്കന്മാരുള്ളപ്പോൾ എന്തിനാണ് ലെനിൻ സെൻറ്ററും ആ സെൻറ്ററും ഈ സെൻറ്ററൊക്കെ? പിന്നെ താടിക്കാരുണ്ടല്ലോ, പേര് മറന്നുപോയി, ക്യൂബയിലുള്ള ക്യൂബൻ നേതാവ്, താടിയൊക്കെ വെച്ചിട്ട് നമ്മുടെ കഞ്ചാവ് കടിച്ചാൽ നിന്ന് നമ്മുടെ യുവതലമുറയെ മുഴുവൻ വഴി തെറ്റിക്കുന്ന. അപ്പം ഞാൻ കിട്ടുമ്പോൾ പറയട്ടെ, പെട്ടെന്ന് ഡെങ്കു വന്നതിന് ശേഷം അങ്ങനെ കൊണ്ടുണ്ട്. ഞങ്ങൾ ചെങ്ങന്നൂർ ഇങ്ങനെ ഇതിപ്പോൾ ഒരു രസമായിട്ടൊരു കളിയായി മാറട്ടെ, എനിക്ക് പേര് കിട്ടൂല. അപ്പോൾ ഞാൻ മറ്റവരോട് ചോദിക്കും, പോകുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പടം ഒരു വീട്ടിലിങ്ങനെ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ ആ അമ്മയോട് ചോദിച്ചു, ഇതാരാണ്? അയ്യോ ആരാണെന്ന് അറിഞ്ഞൂടാ മോളെ, എൻ്റെ മോൻ കൊണ്ടുവച്ചതാണ്, അവരുടെ വലിയ നേതാവാണെന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ അമ്മയ്ക്ക് പറഞ്ഞു തരട്ടെ, ക്യൂബൻ കാടുകളിൽ കഞ്ചാവ് ഉണ്ടാക്കി ക്യൂബൻ ജനതയെ മയക്കുമരുന്നിന് അടിമയാക്കി മാറ്റിയ ഒരു മനുഷ്യനാണ്. ആണോ? സത്യമാണോ മോളി പറഞ്ഞേ? ഉടനെ ഞാൻ പറഞ്ഞു, സത്യമാണമ്മ, ഞാനിതിനെ കള്ളം പറയുന്നേ. എന്നാൽ ഇവനിവിടെ ഇരിക്കട്ടെ അതെടുത്ത് അങ്ങോട്ടേക്ക് നിലത്തേക്ക് വെച്ചു. അപ്പോൾ ഈ കുട്ടികൾ പോലും എന്താണ് സത്യമെന്ന് അറിയാണ്ടാണ് SFIയിലേക്കും മറ്റും വരുന്നത്. അവരുടെ വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ക്യൂബൻ ജനതയ്ക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തു. എന്ത് സ്വാതന്ത്ര്യം എന്ന് അമ്മ അറിയുന്നില്ല. അപ്പോൾ അങ്ങനെ തെറ്റായ ധാരണയിലേക്ക് വരുന്ന ആൾക്കാരാണ്. ഇനി സിനുജി എന്തോ പറഞ്ഞത്, അതായത് നിലവിൽ ഇപ്പോൾ ഉള്ള CPM നേതാക്കൾ അവരെ കണ്ടിട്ടാണ് അടുത്ത തലമുറ പഠിക്കുന്നത്. ഇപ്പോൾ ചേച്ചി പറഞ്ഞ പോലെ ചാനൽ ചർച്ചയിൽ ഇരിക്കുന്ന യുവ നേതാക്കൾ വന്ന് ദാർഷ്ട്യത്തോടെ പുച്ഛത്തോടെ സംസാരിക്കുന്നു. അവരെ നയിക്കുന്ന നേതാക്കൾ ഇപ്പോൾ ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ ആറ്റിറ്റ്യൂഡ് എന്താ? ഒരു പുച്ഛഭാവം, ഒരു പിന്നെ മാടമ്പി ആ ഒരു ശൈലി. അപ്പോൾ ആ മാടമ്പി ശൈലി മാറ്റണമെന്ന് വരെ CPMൻ്റെ സമ്മേളനത്തിൽ ഉന്നത കമ്മിറ്റികൾക്ക്, ജില്ലാ കമ്മിറ്റികൾക്കോ സംസ്ഥാന കമ്മിറ്റിക്കോ ഒക്കെ പറയേണ്ടി വരുന്നു. അപ്പോൾ ആ ധാർഷ്ട്യമല്ലേ ഈ വരുന്ന തലമുറ കണ്ടുപഠിക്കുന്നത്? അതായാൽ മാത്രമേ ഈ സമൂഹത്തിൽ തനിക്ക് നിലയും വിലയുള്ളൂ, അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? നിലയും വിലയും എന്ന് പറഞ്ഞാൽ പഠിത്തമുള്ള അല്ലെങ്കിൽ കുറച്ച് വിദ്യാഭ്യാസമുള്ള സമൂഹത്തിൽ നല്ല ഇതുള്ള ആൾക്കാർക്ക് അത് പുച്ഛം തന്നെയാണ്. പക്ഷെ ഇപ്പം ഞാൻ പറഞ്ഞ അമ്മയെ പോലെ മകൻ വന്ന് പറഞ്ഞത് വിശ്വസിക്കുന്ന ആളുകൾക്ക് അത് തോന്നും. ആ മകന് എക്സൈറ്റ്മെൻ്റ് ആവും. കണ്ടോ എൻ്റെ നേതാവ് പുച്ഛിച്ച് ചിരിക്കുന്നത് കണ്ടില്ലേ? ഒരു യുവാവ് പ്രത്യേകിച്ചും വന്നാൽ മുഴുവൻ സമയം അദ്ദേഹത്തിൻ്റെ മുഖത്ത് ആക്കിച്ചിരിക്കൽ ഭാവമാണ് ആര് സംസാരിച്ചാലും. അപ്പോൾ അത് കണ്ട് വളരുന്നൊരു തലമുറയുണ്ട്. ശ്രീനിജി, ഒരു കാര്യമുണ്ട്, ഞാൻ പണ്ട് എവിടെയോ വായിച്ചിട്ടുണ്ട്, 35 വയസ്സ് വരെ നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആയിരിക്കണം. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു പരിജ്ഞാനം വരും. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ ഇത്രയും നാളത്തെ ജീവിതം തുലച്ചു കളഞ്ഞല്ലോ ഞാനെന്ന്. പിന്നെയും ജീവിതം മുന്നോട്ട് കിടക്കുന്നുണ്ട്, യുവാവേ ആയിട്ടുള്ളൂ, ജീവിതം മുന്നോട്ട് കിടക്കുന്നുണ്ട്. അപ്പം 35 വയസ്സ് വരെ കമ്മ്യൂണിസ്റ്റായി എനിക്ക് എന്തൊക്കെയോ ചെയ്യാൻ പറ്റും, എനിക്ക് ഈ സമൂഹത്തിനെ മുഴുവൻ മാറ്റിമറിക്കാൻ പറ്റും എന്ന് തോന്നണം. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊക്കെ വെറും ഒരു മിഥ്യാധാരണയായിരുന്നു. സമൂഹത്തിനെ അങ്ങനെ തോക്കിൻകുഴലിലൂടെ കുലംകുത്തി എന്ന് പറഞ്ഞ് വെട്ടിക്കൊന്നുകൊണ്ടോ സമൂഹം മാറില്ല. അതിന് വേറെ വഴികളിൽ കൂടെ ചേർത്ത് പിടിക്കണം. ഈ മനുഷ്യർ ആർക്കെങ്കിലും ഒരു ആൾക്കാരെ ചേർത്ത് പിടിക്കാനുള്ള അവർ ചേർത്ത് പിടിച്ച് എനിക്ക് പേടിയാവും.
ശരിയല്ലേ? ചേർത്ത് പിടിച്ച് കൈ കൊണ്ട് കുത്താൻ പോവാണോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അങ്ങനത്തെ കുറേ അനുഭവങ്ങളുണ്ട്, അത് പിന്നെ പറയാം. ഇപ്പം നമ്മുടെ സുന്ദരപുരുഷൻ്റെ കാര്യം തന്നെ എന്തുകൊണ്ട് അദ്ദേഹം മാറ്റി നിർത്തപ്പെട്ടു? അദ്ദേഹത്തിന് ആവശ്യത്തിന് പദവി കിട്ടില്ല, MP ആയി, MLA ആയി. അദ്ദേഹത്തിന് കൊടുത്തതാണ്, രാജ്യസഭ MP സീറ്റാണോ കൊടുത്തത്? ഇവിടെ എത്ര പേർക്ക് രാജ്യസഭ MP സീറ്റ് കൊടുത്തു? അദ്ദേഹം മത്സരിച്ചു. ഒരിക്കലും കമ്മ്യൂണിസ്റ്റുകാരുടേതല്ലാത്ത സീറ്റുകൾ ആണ് അദ്ദേഹത്തിന് നൽകിയത്. അവിടെ ജയിച്ചു വരിക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കഴിവാണ്, അദ്ദേഹത്തിൻ്റെ സൗമ്യതയാണ്, അദ്ദേഹം സംസാരിക്കുന്ന രീതിയാണ്, അദ്ദേഹം ആൾക്കാരെ ചേർത്ത് പിടിക്കുന്ന രീതിയാണ്. അതിലൊരു ക്രൂരതയില്ല, ആ ചേർത്ത് പിടിക്കലൊരു സൗമ്യഭാവമുണ്ട്. ഞാൻ പലപ്പോഴും ഒരു കാര്യം പറയാം. എന്താണ്, കോളേജിൽ പഠിക്കുമ്പോൾ സെക്കൻഡ് ഇയർ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഞാൻ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ SFI ആണ് ഭരിക്കുന്നത്. SFIയുടെ ഹരികുമാർ എന്ന് പറയുന്ന അദ്ദേഹമായിരുന്നു SFI കാൻഡിഡേറ്റ്. അദ്ദേഹം ഞങ്ങളുടെ കോളേജിൽ രാഷ്ട്രീയമില്ല കേട്ടോ, അപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജയിക്കുന്നത്. അദ്ദേഹം എൻ്റെ വീട്ടിലൊന്നും, കാരണം SS മേൻ്റെ മകള് SS മേനൻ ഇൻഡിപെൻഡൻ്റ് ആണെന്ന് ഞങ്ങൾക്ക് അറിയുള്ളൂ. അമ്മ കോൺഗ്രസ്സിലായിരുന്നു, അച്ഛൻ്റെ ചേട്ടൻ മുഖ്യമന്ത്രിയായിരുന്നു കോൺഗ്രസിൻ്റെ. അപ്പോൾ അദ്ദേഹം വീട്ടിൽ വന്നു, ഇങ്ങനെ വോട്ട് ചെയ്യണമെന്ന്. നമ്മൾ ആരോടും ഇപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ എത്ര കോടി വോട്ടുകൾക്ക് ജയിക്കണം? ഏതെങ്കിലും വീട്ടിൽ വോട്ട് ചോദിച്ചെന്നാൽ ചെയ്യൂല എന്ന് കാൻഡിഡേറ്റിൻ്റെ മുഖത്ത് നോക്കി പറയുമോ? അപ്പം നമ്മൾ കൂട്ടുമ്പോൾ നമുക്ക് 9,000 വോട്ടുണ്ടെങ്കിൽ 9,500 വോട്ടുണ്ട്. എല്ലാവരും നമുക്ക് വോട്ട് ചെയ്യുന്നല്ലേ പറയുള്ളൂ. അപ്പം ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞ് വോട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞാണ് PT തോമസ് വന്ന് എൻ്റെ അടുത്ത് കാര്യങ്ങൾ പറയുകയും ഞാൻ അവരുടെ പാനലിൽ വൈസ് ചെയർമാൻ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ സമ്മതിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഹരികുമാറിന് തോന്നി സുരേഷ് കുറുപ്പിനെയും കൊണ്ട് വരാമെന്ന്. അങ്ങനെ സുരേഷ് കുറുപ്പ് വന്നിട്ട് എന്താണ് പത്മജ, ഹരികുമാർ വന്നപ്പോൾ വോട്ട് ചെയ്യാമെന്ന് പറഞ്ഞല്ലോ, ഇങ്ങനെ വോട്ട് ചെയ്തില്ലല്ലോ, നമ്മുടെ ഒരു മാന്യത, രഹസ്യ ബാലറ്റ് അല്ലേ, നമ്മുടെ ഒരു മാന്യതയിൽ നമ്മളത് ചെയ്യാമെന്ന് പറഞ്ഞു. അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഞാൻ നിങ്ങളുടെ പാനലിൽ സ്ഥാനാർത്ഥിയാകാമെന്നോ നിങ്ങളോടൊപ്പം മത്സരിക്കാമെന്നോ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പം അദ്ദേഹം കുറച്ച് സംസാരിച്ചു, ഇങ്ങനെയൊക്കെ SFI എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഇങ്ങനെയാണ്. സർ എന്നാണ് വിളിച്ചത് കേട്ടോ. സർ, എനിക്ക് എൻ്റേതായ ഒരു തോട്ട് പ്രോസസ്സ് ഉണ്ട്, അതാർക്കും മാറ്റിമറിക്കാൻ പറ്റില്ല. തോക്കിൻകൊള്ളിലൂടെയാണ് വിപ്ലവം എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആളുകളെ ചുട്ടുകൊന്നും കുത്തിക്കൊന്നും ഒക്കെ. അപ്പം അന്ന് KSU SFI നമ്മൾ ഭയങ്കര അടിയാകട്ടോ, ധാരാളം രക്തസാക്ഷികളുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല. രക്തരഹിതമായ ആളുകളെ വാക്കുകളിൽ കൂടെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുന്ന, അവരുടെ പ്രശ്നങ്ങളിൽ ചേർന്ന് നിൽക്കുന്ന ഒരു പാർട്ടിയാണ് എൻ്റെ മനസ്സിലുള്ളത്. അതുകൊണ്ട് എന്തായാലും എനിക്ക് SFIയിലേക്ക് വരാൻ പറ്റില്ല. ശരി, താങ്കളുടെ സൗകര്യം പോലെ എന്ന് പറഞ്ഞ് അദ്ദേഹം പിന്നെ വേറെ ഒരു ഇതിനും നിന്നില്ല. അത് കഴിഞ്ഞ് പല പ്രാവശ്യം ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. ആ സൗമ്യത തന്നെയാണ് അദ്ദേഹത്തിന്. ഞാൻ പിന്നെ ആ ഇലക്ഷനിൽ ഞാൻ വൈസ് പ്രസിഡൻ്റായി, അടുത്ത ഇലക്ഷനിൽ ഞാൻ വൈസ് ചെയർമാനായി, പിന്നെ ഞാൻ ചെയർമാനായി. 5 കൊല്ലം സുരേഷ് കുറുപ്പ് തുടങ്ങി വെച്ച SFI ഭരണത്തിന് അന്തകയായത് ഞങ്ങളുടെ KSU ശരത്ചന്ദ്ര പ്രസാദാണ് അന്ന് ചെയർമാനായത്. പിന്നെ അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നപ്പോൾ വൈസ് ചെയർമാനായ ഞാൻ ചെയർമാനാവുകയാണ് ചെയ്തത്. അപ്പം ഞങ്ങളാണത് അവസാനിപ്പിച്ചത്. എന്നിട്ട് പോലും പലപ്പോഴും കാണുമ്പോഴും അദ്ദേഹം വളരെ സൗമ്യതയോടെ സംസാരിക്കുള്ളൂ. എടി നീയല്ലേ ഞങ്ങളെ ആക്കി, നിൻ്റെ കൈ കിട്ടിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ്, നിൻ്റെ കത്തി കയറ്റാനൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, സൗമ്യരായ മനുഷ്യർക്ക്, അല്ലെങ്കിൽ ഞാനാണ് എല്ലാം എന്ന് പറയുന്ന ആൾക്കാർക്ക് മാത്രമേ ഇപ്പോൾ CPMൽ സ്ഥാനമുള്ളൂ. പക്ഷേ CPMന് വേണ്ടി കഷ്ടപ്പെട്ട സൈമൺ ബ്രിട്ടോയെ പോലെയുള്ളവരും ഇതിന്റെ ഭാഗം തന്നെയല്ലേ? കഷ്ടപ്പെട്ടു എന്ന് ഉറപ്പാണോ? അല്ല, നമ്മൾ മാധ്യമങ്ങളിലൂടെ എന്ത് രീതിയിൽ കഷ്ടപ്പെട്ടു? അദ്ദേഹത്തെ കോളേജിൽ കയറി, കലാലയത്തിൽ കയറി എത്ര പേരെ കുത്താൻ നോക്കിയിട്ടുണ്ടാവും? അതറിയില്ല, ആർക്കും അറിയില്ല. ഉണ്ട്, തീർച്ചയായിട്ടും. എൻ്റെ വായിന്നത് കേൾക്കൂല. എനിക്ക് കുത്തി മരിക്കാൻ ആഗ്രഹമില്ല ഈ പ്രായത്തിൽ. ആ സമയത്ത് ഞാൻ വൈസ് ചെയർമാനാ യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ. അതുകൊണ്ട് അത് സിനൂജി എൻ്റെ വായിന്ന് കേട്ടിട്ട് നാളെ എനിക്കൊരു റീത്തുമായിട്ട് വരണ്ട. റീത്തായിട്ട് വന്നോളൂ, പക്ഷെ അതിൽ ചുമന്ന പൂക്കൾ പാടില്ല. അതെന്താ? CPM. മനസ്സിലായോ? സൈമൺ ബ്രിട്ടോ എൻ്റെ മരണശേഷം എന്നോട് പലരും പറഞ്ഞു അദ്ദേഹത്തെക്കുറിച്ചൊരു ഓർബിച്ചറി എഴുതണമെന്ന്. വേണ്ട, അതും ചിലപ്പോൾ റീത്തിന് കാരണമാകും. പറഞ്ഞോളൂ എന്ന് പറഞ്ഞാൽ സിനൂജിക്കല്ലല്ലോ റീത്ത് വരിക, എനിക്കല്ലേ റീത്ത് വരിക. അതല്ലല്ലോ, നമ്മളെ ഒരാളെ അങ്ങനെയല്ലല്ലോ. ഇപ്പോൾ CPM ചേച്ചിനെ പറയുന്നു സുരേഷ് കുറുപ്പ് മാന്യനായ വ്യക്തിയാണ്, ഇപ്പോഴത്തെ TP ചന്ദ്രശേഖരനെ കുത്തിമലർത്തി. അങ്ങനെ രണ്ട് വശവും പറയുമ്പോൾ പിന്നെന്തിനാണ് സൈമൺ ബ്രിട്ടോയും അങ്ങനെ തന്നെ ഒരാൾ? ഞാൻ ഇൻവോൾവ് ആണ്. അതുകൊണ്ട് അതെങ്ങനെ? ഞാൻ മരിച്ചിട്ടില്ലല്ലോ. മരിച്ചിട്ടില്ല, ഇൻവോൾവ് ആയത് എങ്ങനെയെന്ന് നമ്മുടെ വ്യൂവേഴ്സ് അറിയാൻ താല്പര്യം ഉണ്ടാവില്ലേ? വ്യൂവേഴ്സിന്റെ അറിവിന് വേണ്ടി ഞാൻ നാളെ മരിക്കണോ? വ്യൂവേഴ്സേ വേണ്ടല്ലോ. സിനൂജിക്ക് എന്തോ ആഗ്രഹമുണ്ടല്ലോ റീത്തുമായിട്ട് വരാൻ, ഇതെന്റെ അവസാനത്തെ ഇന്റർവ്യൂ ആയിരിക്കണമെന്നും എന്നെ ഞാൻ ഒരിക്കലില്ല. കാരണം തനിച്ച് യാത്ര ചെയ്യുന്ന വ്യക്തിയാ.
ആയിക്കോട്ടെ. ഞാൻ ചോദിക്കുന്നത് ഇപ്പോഴും ഇത്രേ ഉള്ളൂ. സൈമൺ ബ്രിട്ടോ എന്ന് പറയുന്ന കലാലയത്തിലെ എക്കാലത്തെയും വലിയ ഒരു അങ്ങനെയാണ്. ഗ്ലോറിഫൈ ചെയ്യല്ലേ സിനുജി. എന്റെ വായിന്ന് എന്തെങ്കിലും കിട്ടുന്നു വിചാരിച്ചിട്ടാണെങ്കിൽ അത് വരാൻ പോണില്ല. ഗ്ലോറിഫൈ ചെയ്യരുത്. മരണം ഒരു മനുഷ്യനെയും മാലാഖയാക്കുന്നില്ല. അതിൽ ഞാനിത് അവസാനിപ്പിക്കുന്നു. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞത് പറയൂല. എൻ്റെ 2 കൊച്ചു കുഞ്ഞുങ്ങളുടെയും കല്യാണം കഴിഞ്ഞിട്ടില്ല. എനിക്കൊരു മുത്തശ്ശിയാവണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ എന്തായാലും ഇനിയും നമ്മൾ സംസാരിക്കുമല്ലോ. അപ്പോൾ ഇനിയും ഇതൊക്കെ പുറത്തേക്ക് വരുമെന്ന് തന്നെ പറയാം. എന്തായാലും മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് BJP-യിലേക്ക് ആളുകൾ വരുന്നുണ്ട്. അവിടുത്തെ സ്ഥിതി തോക്കിൻകുഴലിലൂടെ വിപ്ലവം ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് ആളുകൾ മനസ്സിലാക്കിയെന്നാണ് ചേച്ചി പറയുന്നത്. നമുക്ക് വീണ്ടും സംസാരിക്കാം. തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.